ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വയനാടാട്ടോ. വയനാട് നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പം ഇതാ കുറേ ചെടികളുള്ളൊരു സ്ഥലം കണ്ടു കേട്ടോ. ബായ്സ് ഗാർഡൻ എന്നാട്ടോ പേരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് വന്നതാട്ടോ. നല്ല നല്ല പൂക്കളും ഇവിടെ അതാ 10 രൂപ മുതൽ ചെടികളും പിന്നെ ഈ പച്ചക്കറിൻ്റെ വിത്തുകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ബോർഡ് കണ്ടതുകൊണ്ടാണ് നമ്മൾ കയറി നോക്കിയത്. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി കയറിയതാട്ടോ. പുറത്തുനിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി എന്തൊക്കെയുള്ളത് നോക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കയറുമ്പോൾ ഉള്ളത് നല്ല നല്ല ചെടികളാട്ടോ. നല്ല ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചെടികളും നമുക്കറിയാത്ത തരത്തിലുള്ള ചെടികളും പിന്നെ വിവിധ തരം ചെമ്പരത്തികളും പിന്നെ റോസ് തന്നെ പലതരത്തിലുള്ള റോസുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറയാത്തത്. അങ്ങനെ ഒരുപാട് അടിപൊളി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ കുട്ടി കുട്ടി ചെടികളുണ്ട്. നല്ല ഭംഗിയായിട്ടോ കണ്ടുകൊണ്ട് നിൽക്കാൻ. പിന്നെ അത് വലിയ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതും കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓരോ സെക്ഷനും ഓരോരോ രീതിയിലേക്കാക്കി നല്ല അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെടീൻ്റെ പേരെന്താ എനിക്കറിയില്ല. ഈ മുള്ളുള്ള സൈസ് ഉണ്ടല്ലോ. പിന്നെ പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കിട്ടോ. നമ്മൾ ഈ വീട്ടിലൊക്കെ നല്ല രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ പോട്ടിലുള്ള പ്ലാന്റ്സാണ് നോക്കിയത്. അതും അത്യാവശ്യം അഫോർഡബിളായിട്ട് തന്നെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല. നമ്മൾ കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടില്ല. അങ്ങനെ അവിടെയൊക്കെ ചുറ്റും നോക്കി കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇനി എന്തായാലും ഞങ്ങൾ ഒന്നുകൂടി അങ്ങോട്ട് പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് വാങ്ങണമെന്ന് പറഞ്ഞ് പോന്നതാട്ടോ. അപ്പോൾ നമ്മൾക്ക് വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് വെക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. ഇത് ഈ ഹാങ് ചെയ്തിട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ കണ്ടത് ഈ ഫാഷൻ ഫ്രൂട്ട് കണ്ടോ. ഫാഷൻ ഫ്രൂട്ടൊക്കെ തൈയായി കുഴിച്ചിട്ടാണ്ട് ഫ്രൂട്ട് തൂങ്ങി നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഫ്രൂട്ടൊക്കെ അങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാൻ. അവർക്ക് ചോദിക്കുകയായിരുന്നു അത് നമ്മൾ വാങ്ങിക്കൊണ്ടുപോയാൽ നമ്മളാടി പെട്ടെന്ന് അങ്ങനെ ഫ്രൂട്ടായി വരുമോ എന്നുള്ളത്. കുറച്ച് സമയം എടുക്കല്ലോ ഇപ്പോൾ എന്തായാലും. അങ്ങനെ അത് കണ്ട് നോക്കി. പിന്നെ പേരയ്ക്ക ഒക്കെ ഉണ്ട്. പേരയ്ക്കയും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ എനിക്ക് തോന്നുന്നത് പ്ലാന്റ്സ്, ഒരു സെക്ഷനിൽ പ്ലാന്റ്സും ഒരു സെക്ഷനിൽ തൈകളും തെങ്ങ് പിന്നെ കഴുങ്ങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഞാൻ കണ്ടത് പച്ചക്കറീൻ്റെ കണ്ടുപെട്ടു കേട്ടോ. പച്ചക്കറി പച്ചമുളകും ഒക്കെ അതിന്മേൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായായിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് തക്കാളി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിൽക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അവിടെ തക്കാളി പച്ചമുളക് എന്നും പറഞ്ഞാണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്യാബേജ് ഉണ്ടല്ലോ. ക്യാബേജ് അത്യാവശ്യം നല്ല കായായി നിൽക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ. ഞാനങ്ങനെ ക്യാബേജ് ഇങ്ങനെ ആയി നിൽക്കുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ തൊട്ടപ്പുറത്ത് കോളിഫ്ലവറും ഉണ്ട്. പിന്നെ ചെറുനാരങ്ങ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ ഒരു പൂ എന്താണെന്നുള്ളത് ഞാൻ ചോദിക്കാം കേട്ടോ ഇവനോട്. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോൾ ആമ്പലും കണ്ടു കേട്ടോ.